ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാളൂസ് കിച്ചൺ. മാളൂസ് കിച്ചൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഒരു അപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഏത്തപ്പഴമൊക്കെ ഏറെ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ മടിയാണ്, നമ്മളത് എടുത്ത് കളയൂല്ലേ. പക്ഷേ ഇനി നിങ്ങളത് കളയൊന്നും വേണ്ട, അത് ഉപയോഗിച്ച് നമുക്ക് നല്ല അടിപൊളി ആവിയിൽ പുഴുങ്ങിയെടുത്ത ഒരു അപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്കായാലും കൊടുക്കാൻ വളരെ നല്ലതാണ്, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നട്ട്സും റൈസിൻസും പിന്നെ 2 ഏത്തപ്പഴം, കുറച്ച് തേങ്ങ, ഇത്രയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ടും റൈസിൻസും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. നമുക്ക് അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു വലിയ ഏത്തപ്പഴം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ചെറിയ ഏത്തപ്പഴം എടുക്കുന്നതെങ്കിൽ 2 എണ്ണം എടുക്കുക. നമുക്കിതിലേക്ക് ഇത് വേണ്ടത് കുറച്ച് തേങ്ങയും കൂടിയാണ്. അപ്പോൾ ഒരു 1/3 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏത്തപ്പഴം അതേപോലെ തന്നെ തേങ്ങയും ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി നമുക്കിനി മാറ്റി വെക്കാം. ഫൈനലി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഏത്തപ്പഴം കൂടി ഞാനൊന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനിതിങ്ങനെ വട്ടത്തിലാണ് ഇങ്ങനെ അരിഞ്ഞെടുത്തേക്കുന്നത്. ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഏത്തപ്പഴമാണ് കേട്ടോ എടുത്തത്. ഏത്തപ്പഴം കൊണ്ടുള്ള അപ്പം റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ അതേപോലെ തന്നെ തേങ്ങയുടെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കൂടാതെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസിൻസും കാഷ്യൂനട്ട്സും, പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കര പാനിയാണ്. അപ്പം ഞാനൊരു വലിയ ശർക്കരയുടെ പകുതി ഇങ്ങനെ ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉരുക്കിയ ശേഷം ഞാനൊന്ന് അരിച്ചെടുത്തായിരുന്നു കേട്ടോ. ശർക്കര പാനി ഒഴിച്ച് നമുക്കിങ്ങനെ മിക്സ് ചെയ്തെടുക്കാമായിരുന്നു. എന്നിട്ട് ഈ പഴമൊക്കെ ആണെങ്കിലും ഈ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഓൾറെഡി നമ്മൾ റോസ്റ്റ് ചെയ്ത പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് ഉടഞ്ഞോളും. പിന്നെ ചെറിയ ചെറിയ പീസ് എന്തെങ്കിലും കുഴപ്പമില്ല, അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ. ഞാൻ എടുത്ത് വെച്ചിരുന്ന ശർക്കരപ്പാനി മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ മാതിരി പഴമൊക്കെ അത്യാവശ്യം ഒന്ന് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്കിനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതുകൂടാതെ ഇതിലേക്ക് ഒരു നുള്ള ജീരകം പൊടിച്ചതും പിന്നെ ഒരു നുള്ള ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അത് കൂടാതെ കുറച്ച് ഏത്തപ്പഴം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തായിരുന്നു. ഇത് ഞാൻ പറഞ്ഞായിരുന്നു ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത്തപ്പഴം വെച്ചുള്ള ഈ അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മളിത് ആവിയിലാണ് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പം ഏത്തപ്പഴം കഴിക്കാൻ മടിയുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. ഫൈബറും അതേപോലെ കാർബോഹൈഡ്രേറ്റും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഏത്തപ്പഴം പിന്നെ വെയിറ്റ് ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ വെയിറ്റ് ഒക്കെ വെക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ പുഴുങ്ങി കൊടുത്താലോ അതോ പച്ചയ്ക്ക് കൊടുത്താലോ ഒക്കെ കഴിക്കാത്ത പിള്ളേർക്ക് ഇങ്ങനെ നമ്മൾ അപ്പം പോലെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിച്ചോളും. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പച്ചെമ്പിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ പ്ലേറ്റിലാണ് അപ്പം റെഡിയാക്കുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് കുറച്ച് നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, എന്നാലാണ് പെട്ടെന്ന് വിട്ടു പോരുള്ളൂ. ഇനി നമുക്ക് ബാറ്ററിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കേക്ക് ടിന്നുണ്ടെങ്കിൽ അതിലാണെങ്കിൽ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ പ്ലേറ്റൊക്കെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ സ്റ്റീലിൻ്റെ. ഇനി ഫൈനലായിട്ട് നമുക്ക് ആദ്യം റെഡിയാക്കി വെച്ചിരുന്ന റോസ്റ്റ് ചെയ്ത ഏത്തപ്പഴം കൂടി ഇങ്ങനെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തായിരുന്നു. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കിയ ഏത്തപ്പഴം അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് റെഡിയാക്കി നോക്കുക. ഇപ്പോൾ ഏത്തപ്പഴമൊക്കെ ആണെങ്കിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു പഴമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഈസ് ബിൽറ്റ സൈനിങ് ഓഫ്. ബൈ.